ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ ടാറോട്ടുകാരോട് ചോദിച്ചത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ റീയൂണിയനെ കുറിച്ചാണ്. അവർ എന്താണ് അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ, അവർക്ക് യൂണിയൻ ഉടനെ ഉണ്ടാകുമോ, അവർ എന്താണ് അറിയേണ്ടത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കിട്ടിയ 3 കാർഡാണ് ദ ഹൈ പ്രീസ്റ്റസ്. അത് ഒരു മേജർ അർക്കാന കാർഡാണ്. നിങ്ങളിലേക്ക് തന്നെ തിരിഞ്ഞ് നോക്കുക. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടേണ്ട സമയമാണ് ഇപ്പോൾ. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകാം, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാകാം, നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാകാം, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകാം, നല്ല ചിന്താഗതികൾ വരുത്തിയിട്ടുണ്ടാകാം. എന്താണെങ്കിലും നിങ്ങൾക്കിപ്പോൾ നല്ലൊരു സിറ്റുവേഷനാണ്. നിങ്ങളിൽ ഇൻറ്റ്യൂഷൻ്റെ ഒരു ഇതായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ട്, അത് ഉള്ളിൽ നിങ്ങൾക്ക് ഉൾവിളി കിട്ടുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ഉണ്ടാകും. ദ എംബറസ് എന്ന കാർഡായിട്ടിരിക്കുന്നത്, അതൊരു പോസിറ്റീവ് കാർഡാണ്. തീർച്ചയായും നിങ്ങൾക്ക് റീയൂണിയൻ ഉണ്ടാകും. നിങ്ങൾ ഇതേപോലെ നല്ലൊരു പൊസിഷനിലേക്ക് നോക്കുക. നല്ലൊരു സ്ത്രീ, രാജ്ഞിയെപ്പോലുള്ള സ്ത്രീ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അവർ ഏറ്റവും നല്ലൊരു ഹൈ പൊസിഷനിലിരിക്കുന്നത്. അതുപോലെ നല്ലൊരു പൊസിഷനിലേക്ക് എത്താൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യോഗ്യതയുണ്ടെന്ന് കാണുന്നു. നിങ്ങൾ എന്താണ് അറിയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ 5 ഓഫ് കപ്സ് ആണ്. അതായത് നിങ്ങൾ നിരാശയിലാണിപ്പോൾ, വളരെയധികം നിരാശയിൽ പോകുന്നതാണ്. നിങ്ങളത് മാറ്റിയെടുക്കുക. നമുക്ക് 3 കപ്പുകൾ മറിഞ്ഞു കിടക്കുന്നു, പുറകിൽ 2 കപ്പ് ഇരിക്കുന്നു, അത് രണ്ടും കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ നിരാശ എന്നുള്ള ഭാവം മാറ്റിയിട്ട് മനസ്സിൽ നല്ലൊരു പ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഏതിനും എന്തിനും പരിഹാരമുണ്ട്, പരിഹാരമില്ലാത്തൊരു കാര്യമില്ല. അതേപോലെ ഒരു സിറ്റുവേഷനും കണ്ടിന്യൂസ് ആയിട്ട് തുടരത്തില്ല, എല്ലാം താൽക്കാലികമാണ്. ഒരു സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ട്, രാത്രിക്ക് പകലുണ്ട്, നിങ്ങൾ കേട്ട് കാണും. അതേപോലെ ഓരവസ്ഥയും സ്ഥായിയായിട്ട് നിൽക്കില്ല. ആയതിനാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോഴത്തെ ആ മാനസിക ടെൻഷനും സങ്കടവും നിരാശയും മാറ്റിയിട്ട് ഹാപ്പിയാവുക. ആ പുറകിലിരിക്കുന്ന കപ്പ് കാണാം. തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കുക. ദൈവത്തിന് നന്ദി പറയുക, പ്രാർത്ഥനയോടെ ഇരിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങൾക്ക് ഈ റീയൂണിയൻ തീർച്ചയായും നടക്കും. താങ്ക് യു.